മന്ത്രി എന്ന് പറയുമ്പോ അതൊരു വലിയ സ്ഥാനം, ബഹുമാനം കൊടുക്കേണ്ട പദവി. പക്ഷേ എനിക്ക് പുച്ഛമാ തോന്നുന്നത്. നിങ്ങളൊരു സ്ത്രീയാണോ? നിന്നോട് എനിക്ക് ഹലോ. ഹലോ മാഡം, ഞാനാണ്, ത്യാഗരാജനാണ്. മനസ്സിലായി. പറഞ്ഞോളൂ, കാര്യങ്ങൾ ഏതുവരെയായി ത്യാഗരാജൻ? അല്ല, അടുത്തിനി എന്താന്നുള്ള നിർദ്ദേശത്തിനായിരുന്നു മാഡം വിളിച്ചതേ. എന്നെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അല്ല, ചന്ദ്രോത്തുകാര് ഏതാണ്ട് നാമാവശേഷമായി. അവരെന്നെ തല പൊക്കില്ല. മാഡം ആഗ്രഹിച്ച രീതിയിലൊക്കെ നടന്നു. സിദ്ധാർത്ഥൻ ജയിലിലായി, പ്രഭാവതിയും പിള്ളേരും അഭയാർത്ഥികളുമായി. ഇനി എന്റെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ. അപ്പോ ഇനി തിരിച്ചു പോകാമോന്നറിയാനാ. ദൗത്യം പൂർത്തിയായില്ല ത്യാഗരാജ. ചന്ദ്രോത്തുകാർ തല പൊക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടായില്ല, കണ്ടറിയണം. അതായത് അവർ പൂർണ്ണമായും വീഴണം. ഇപ്പോഴുള്ള തകർച്ചയല്ല, ഇനിയുള്ള തകർച്ചയാവണം ഭീകരവും ഭയാനകവും. ചന്ദ്രോത്തിലെ ആരും രക്ഷപ്പെടാൻ പാടില്ല. സിദ്ധാർത്ഥൻ ജയിലിലാണ്, പക്ഷേ അയാൾ ഇറങ്ങില്ല എന്ന് ഉറപ്പുവരുത്തണം. ചന്ദ്രോത്ത് വീട് ജപ്തിയിലാണെങ്കിലും അതവർക്ക് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കുറെ കാര്യങ്ങളിൽ തീർച്ച വരുത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ത്യാഗരാജന് മടങ്ങാനുള്ള സമയമായിട്ടില്ല. ശരി മാഡം. യുദ്ധം കഴിഞ്ഞതായി എന്റെ പ്രഖ്യാപനം വരണം. അന്നേരമേ അവസാനമാകും. അതുവരെ ത്യാഗരാജൻ 24 മണിക്കൂറും അലേർട്ടായിരിക്കണം. ശരി മാഡം, മാഡത്തിന്റെ തീരുമാനം പോലെ. മാഡത്തിന്റെ ആജ്ഞ അതുപോലെ അനുസരിക്കുന്ന ദാസം മാത്രമാണല്ലോ ഞാൻ. എന്നാണോ അനുവാദം കിട്ടുന്നത് അന്നുവരെ ഞാനുണ്ടാവും. ശരി മാഡം. ശരി ത്യാഗരാജൻ.